ഇന്നത്തെ ഏറ്റവും പുതിയ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനെത്തി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ജയ് ഗണേഷ് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ നാം പ്രതീക്ഷിച്ചതുപോലെ 40 ലക്ഷം 50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് ജയ് ഗണേഷ് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 48 ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. വലിയ ഹൈപ്പില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ, കുറവ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമ. അപ്പോൾ ഇതൊരു മികച്ചൊരു കളക്ഷൻ ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും മാളികപ്പുറം പോലൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനെ എത്തിയ സിനിമയുടെ FT എന്നൊക്കെ പറയുമ്പോൾ ഇത് മതിയോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ടാം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെയും ആവേശത്തിന്റെയും കേരള കളക്ഷൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ കേരള കളക്ഷന് തൊട്ട് പിന്നാലെ സിനിമകളുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കൃത്യമായ കളക്ഷൻ എല്ലാം തന്നെ ഇന്ന് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ തന്നെയാണ് ആവേശം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുത്ത വിഷു ഈദ് സിനിമകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ആവേശം. ആവേശം എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. കേരളത്തിൽ നിന്നും സിനിമ നേടിയെടുത്തത് 3 കോടി 50 ലക്ഷം രൂപയാണ്. അങ്ങനെ 4 കോടി 25 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും മാത്രം ഫഹദിന്റെ ആവേശം എന്ന സിനിമ, മാസ് എന്റർടൈനർ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ വലിയ താരനിരയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിനീത് സിനിമ, ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തത് 3 കോടിയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് 62 ലക്ഷം രൂപയാണ്. അങ്ങനെ 3 കോടി 62 ലക്ഷം രൂപയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കും PVR തിയേറ്റർ കൂടി നൽകുകയായിരുന്നെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 സിനിമകളും 1 കോടിക്കടുത്ത് ആദ്യ ദിവസം കളക്ഷൻ വന്നേനെ. എന്തായാലും ആ ഒരു ഭാഗ്യം 2 സിനിമകൾക്കും ഉണ്ടായില്ല. അടുത്ത ദിവസങ്ങളിലെ PVR പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പ്രതീക്ഷിക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, ആവേശം എന്ന സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കിങ് ആയിട്ട് ആവേശം ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ്. അതേസമയം വിദേശ രാജ്യത്ത് ഓവർസീസ് കിങ് ആയിട്ട് മാറിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. യഥാർത്ഥ കളക്ഷൻ പുറത്തു വന്നിട്ടില്ല, പക്ഷേ ആവേശത്തിനേക്കാൾ നല്ലൊരു മാർജിൻ കളക്ഷൻ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് കൂടുതലായിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ പറഞ്ഞ 2 സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ കൂടുതലെന്ന് ഇനിയും ഉറപ്പിക്കാനായിട്ട് സമയമായിട്ടില്ല എന്നർത്ഥം. നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 60 ലക്ഷത്തിന് മുകളിലെ ലീഡിലാണ് ആവേശം എന്ന സിനിമ മുന്നിട്ട് നിൽക്കുന്നത്. ഓവർസീസിൽ അതേ 60 ലക്ഷത്തിന് മുകളിലെ ലീഡിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ ആവേശത്തിനേക്കാൾ മുകളിലെ വേൾഡ് വൈഡ് FT കളക്ഷൻ വരും. എന്തായാലും കാത്തിരിക്കൂ, ആരാണ് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് എന്ന് അറിയാനായിട്ട്.